ഇപ്പോൾ മാൽപ്പയുടെ ഡൈവിംഗ് കാണിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോഴത്തെ ദൃശ്യങ്ങൾ. പ്രകടമായ വ്യത്യാസം അതിലുണ്ട്. ഈ രണ്ട് പുഴകൾ തമ്മിൽ പ്രകടമായ വ്യത്യാസം അതിലുണ്ട്. ഇപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ ഒരു 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള ആ പുഴയുടെ മാറ്റം, അത്ഭുതകരമായ മാറ്റം നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതീക്ഷ, കാര്യം അത് അവിടെ വിസിബിലിറ്റി ഏതാണ്ട് 0% ആണെന്നാണ് ഈ പഴയ പുഴയുടെ അടിത്തട്ടിൽ വിസിബിലിറ്റി ഏതാണ്ട് ഒട്ടുമില്ല എന്നുള്ളതായിരുന്നു ഒന്ന് നേവി സംഘം പറഞ്ഞിരുന്നത്. ശരിയുമായിരുന്നു അത്. അതിന് കാരണം ഈ പുഴയുടെ അടിത്തട്ടിൽ ആഴത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ പറഞ്ഞ കട്ടച്ചെളി, കട്ടമണ്ണ്, ലോഡ് കണക്കിന് എന്ന് ഒരുപക്ഷെ നമുക്ക് അവിശ്വസനീയമാവണ്ണം ലോഡ് കണക്കിന് മണ്ണ് ആ മല അങ്ങനെ ചെത്തി അടർന്ന് ഇതിനടിയിലേക്ക് വന്നതും അതിൻ്റെ 10-20 അടി ആഴത്തിലുള്ള ആ പുഴ നികന്ന് അതിൻ്റെ ഒത്ത നടുക്കായി ദ്വീപ് പോലെ രൂപപ്പെട്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ ആ വലിയ ഒഴുക്ക് കുറേ അധികം മണ്ണ് കടലിലേക്ക് ഗോകർണത്തേക്ക് ചേരുന്ന ഭാഗം കൂടിയാണ് കേട്ടോ അത്. അവിടെ നിന്ന് ഒരുപക്ഷെ പുഴദൂരം ഒരു 6-7 കിലോമീറ്റർ കഴിഞ്ഞാൽ ഗോകർണം കടലാണ്. ആ കടലിലേക്ക് പോകുന്ന അഴിമുഖം തുടങ്ങുന്ന ഭാഗമൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് അന്ന് ഒഴുക്ക് അത്രത്തോളം അവിടെ വർദ്ധിച്ചത്. ഇപ്പോൾ എന്തായാലും ഒഴുക്കടങ്ങിയിരിക്കുന്നു, പുഴ തെളിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡൈവിങ്ങിൽ വലിയ പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇപ്പോഴും ഈശ്വർ മാൽപ്പെ തന്നെയാണ്. ഇന്നിപ്പോൾ നാവികസേനാ സംഘങ്ങളൊക്കെ ഇറങ്ങും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഈശ്വർ മാൽപ്പയ്ക്ക് വേണ്ട അത്യാവശ്യം സാങ്കേതിക സഹായമൊക്കെ നൽകാനുള്ള എല്ലാവിധ സംവിധാനവും ഉണ്ടെന്ന് അറിഞ്ഞത്. പക്ഷേ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ വേറെ ആരെയും കാണാനില്ല, വേറെ ഡൈവർമാരുടെ സംഘത്തെ ഒന്നും കാണാനില്ല. ഈശ്വർ മാൽപ്പയുടെ അദ്ദേഹത്തിൻ്റെ മാത്രം ദൗത്യം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇവിടെ കാണുന്നത്. മറ്റ് ജില്ലാ ഭരണാധികാരികളെയോ കളക്ടറെയോ നമ്മൾ ആ ദിവസങ്ങളിൽ നമ്മുടെ കൂടെ നിന്ന് MLA സതീഷ് കൃഷ്ണ സെയിലിനെ ഒന്നും ഇപ്പോൾ കാണുന്നില്ല. അദ്ദേഹം അടുത്ത ഡൈവ് നടത്തിയിരിക്കുന്നു. ഡൈവ് ചെയ്ത സ്പോട്ടാണ് അതിൻ്റെ മുകളിൽ കുമളയായി പൊങ്ങി കാണുന്നത്. പ്രേക്ഷകർ കാണുന്നു, വളരെ കൃത്യമായി തന്നെ വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ പ്രേക്ഷകർ കാണുന്നുണ്ട്. ഈശ്വർ മാൽപ്പെ സെക്കൻഡ് ഡൈവിലേക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള 3-അംഗ സംഘം കൂടി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഗംഗാവലി പുഴയിലേക്ക്. അരുൺ പൂപ്പറമ്പ് വരുന്നു. അരുൺ, ഈ ഷാക്കിൾ ക്രൂ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇത് അർജുൻ്റെ ലോറിയുടേതല്ല എന്ന് സ്ഥിരീകരിക്കുമ്പോൾ പോലും ഈ സംവിധാനങ്ങളൊക്കെ അതിന് താഴെ തന്നെ കിടപ്പാണ്, അല്ലെങ്കിൽ ഒഴുക്കിൽ എങ്ങോട്ടേക്ക് മാറിപ്പോയിട്ടില്ല എന്ന ശുഭസൂചന കൂടിയാണ് ആ ഷാക്കിൾ സ്ക്രൂ പിൻ. അരുൺ, ആഷ്മി, അത് തന്നെയാണ്. അത് ഈ ടാങ്കർ ലോറിയുടെ ഒരു ബാക്ക് വശത്ത് അത് ലോക്ക് ചെയ്യുന്ന ഒരു വസ്തുവാണ് എന്നതാണ് നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് സ്ഥിരീകരിക്കാനാകുമെങ്കിൽ പോലും ഇവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അത് ടാങ്കർ ലോറിയുടെ പാർട്ടാണെന്ന് എന്തായാലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് SDRFിൻ്റെ സംഘം ഇപ്പോൾ ഇവർ തെരച്ചിൽ നടത്തുന്ന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ അവർ അപ്പുറത്ത് പുഴയുടെ ഒരു വശത്തായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിലിപ്പോൾ SDRF സംഘം നിലവിലിപ്പോൾ ഇപ്പോൾ ഇവർ തെരച്ചിൽ നടത്തുന്ന ഈ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. NDRFിൻ്റെ ടീം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. നേവിയുടെ സംഘവും നിലവിൽ എന്തായാലും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ഈശ്വർ മാൽപ്പയും അതോടൊപ്പം തന്നെ മറ്റൊരു ഡൈവർ, അദ്ദേഹത്തിൻ്റെ സംഘത്തിലുള്ള ഡൈവർ, അവർ രണ്ടുപേരും ഇപ്പോൾ ഈശ്വർ മാൽപ്പ ഇപ്പോൾ 2ാമത്തെ ഡൈവ് നടത്തിയിരിക്കുകയാണ്. രണ്ടുപേരും ഇപ്പോൾ പുഴയുടെ അടിത്തട്ടിൽ ആണുള്ളത്. അതിന് തൊട്ടടുത്തായിട്ടാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ ദൃശ്യങ്ങൾ കണ്ട SDRFിൻ്റെ സംഘം നിലവിൽ ഇപ്പോൾ ഇവിടെയുള്ളത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോഴും ഈ ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഷ്മി ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഒരു ശുഭസൂചനയാണ്. ഇത്തരം വസ്തുക്കളൊക്കെ ഇപ്പോഴും ഈ പുഴയുടെ അടിത്തട്ടിലുണ്ട്. അപ്പോൾ നമുക്കേറെ വൈകാതെ തന്നെ നമ്മൾ കരുതുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ അർജുൻ ഓടിച്ചിരുന്ന ലോറിയും അർജുൻ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു ഉത്തരം ലഭിക്കും. അർജുന് മാത്രമല്ല, അതോടൊപ്പം തന്നെ ലോകേഷും ജഗന്നാഥും ഉണ്ട്. അവർക്ക് കൂടി എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയേണ്ടതുണ്ട്. നമുക്കറിയാം, അവരുടെ ബന്ധുക്കൾ ഇന്നലെ ഇവിടെ ഈശ്വർ മാൽപ്പെ തെരച്ചിൽ നടത്തുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം അവരുടെ എത്തിച്ചേർന്നു. അവരോട് നമ്മൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. അവരും ഈ കഴിഞ്ഞ നീണ്ട ഒരു മാസം കാത്തിരിക്കുകയാണ്. അവരുടെയും കാത്തിരിപ്പ് വിഫലമാകില്ല എന്ന് തന്നെ നമുക്ക് നിലവിലിപ്പോൾ പ്രതീക്ഷിക്കാം. ഇവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഇന്നും ഗംഗാവലി പുഴയുടെ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം, രൗദ്രഭാവം മാറി ഗംഗാവലി നമുക്ക് അനുകൂലമായി ഒഴുകുകയാണോ എന്നൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിലവിലിപ്പോൾ വ്യാഖ്യാനിക്കാം. നമുക്ക് അനുകൂലമായി ഒഴുകുകയാണോ എന്നൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഞാനിവിടെ ദൗത്യത്തിൻ്റെ ആദ്യ ദിനങ്ങൾ ഉൾപ്പെടെ ഉണ്ടായതാണ്. ഇങ്ങനെ ഒരു ഗംഗാവലി പുഴയെ ഞാൻ ഒരു ഘട്ടത്തിലും ഞാൻ കണ്ടിട്ടില്ല. കാരണം ശാന്തമാണ് ഗംഗാവലി. നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. ശാന്തമാണ് ഗംഗാവലി പുഴ. ആ ഗംഗാവലി പുഴയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്, ആകാശ ദൃശ്യങ്ങളടക്കം പ്രേക്ഷകർ കാണുകയാണ്. ഒന്നാമത്തെ ഡൈവ് നടത്തി. ആ ഡൈവിൽ തന്നെ വെരി ഫസ്റ്റ് ഡൈവ് തന്നെ ഈശ്വർ മാൽപ്പെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചുവന്ന ഒരു ഷാക്കിൾ സ്ക്രൂ പിന്നുമായാണ് അദ്ദേഹം
പുഴയുടെ ആഴത്തിൽ നിന്ന് കയറി പുറത്തേക്ക് വന്നത്. അത് അർജുൻ്റെ ലോറിയുടെ ഡ്രൈവർ ഓണർ മനാഫിൻ്റെ കയ്യിൽ കൊടുത്തു. പക്ഷേ അത് ആ ലോറിയുടെ പാർട്ടല്ല, ഭാഗമല്ല എന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു ലോറി ഉടമ മനാഫ്. അതൊരു ടാങ്കറിൻ്റെ ഭാഗമായിരിക്കാം, അത് പുഴയിലടിയിൽ ഇപ്പോഴും കിടക്കുന്ന ഗ്യാസ് ടാങ്കറിൻ്റെ ഭാഗമായിരിക്കാം എന്ന് തന്നെ വേണം സംശയിക്കാൻ. അപ്പോൾ ആ ഗ്യാസ് ടാങ്കറിൻ്റെ ഷാക്കിൾസ്, നമ്മുടെ പ്രേക്ഷകർ പറയുന്നു, നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഷാക്കിൾ സ്ക്രൂ പിൻ ആണ് എന്ന് പ്രേക്ഷകർ പറയുന്നു കമൻറ്റ് ബോക്സിൽ. അപ്പോൾ അത് എന്തായാലും ഒരു കാര്യം, അതിപ്പം അർജുൻ്റെ ലോറിയുടെ അല്ല എന്നുള്ളത് ചെറിയ നിരാശയ്ക്ക് വകവയ്ക്കുന്നുണ്ടെങ്കിൽ കൂടിയും അപ്പോഴും അവിടെ കിടക്കുന്ന അത്തരം ചെറിയ ഭാഗങ്ങൾ ഇപ്പോഴും പുഴക്കടിയിലുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ലോറി അവിടെ ഉണ്ടെങ്കിൽ, മണ്ണിനടിയിലുണ്ടെങ്കിൽ, ആ മണ്ണിനടിയിൽ നിന്നും ലോറി കണ്ടെത്താനും അർജുനെ പറ്റി ഈ ദിവസങ്ങൾ അത്രയും നൽകുന്ന നമ്മുടെ വലിയ ആകാംക്ഷകൾക്കും നമ്മുടെ ആശങ്കകൾക്കും ഒക്കെ ഒരു ഉത്തരം ഇന്ന് തന്നെ കിട്ടുമെന്ന് വേണം പ്രതീക്ഷ. ഇപ്പോൾ രണ്ടാം ഡൈവ്, ഒരു സെക്കൻഡ് ഡൈവ് നടത്തി ആ ഡൈവിലാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പെ ഉള്ളത്. ഇപ്പോഴും പുഴയാഴങ്ങളിൽ തന്നെയാണ് മാൽപ്പെ ഉള്ളത്. മാൽപ്പയ്ക്കൊപ്പമുള്ള 3 അംഗ സംഘം കൂടി ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നാവികസേനയുടെ അംഗങ്ങളൊക്കെ ഇറങ്ങുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളിപ്പോൾ രാവിലെ മുതൽ ദൃശ്യങ്ങളിൽ കാണുന്നത് മാൽപ്പെ ടീമിനെ മാത്രമാണ്, മാൽപ്പെ ടീമിൻ്റെ ആൾക്കാരെ മാത്രമാണ്. ജില്ലാ ഭരണകൂടത്തിലെ ആരെയും കാണുന്നില്ല. ജില്ലാ കളക്ടർ വിജയലക്ഷ്മി, അവരെ കാണുന്നില്ല. അവിടുത്തെ MLA കാണുന്നില്ല. അങ്ങനെ ആരെയും കാണുന്നില്ല. ഇപ്പോൾ അന്ന് നമ്മൾ കണ്ട ആ പുഴയോരത്ത് ആ സമയത്തുണ്ടായിരുന്ന ആരെയും ഇപ്പോൾ നമ്മൾ കാണുന്നില്ല. പക്ഷേ ഈശ്വർ മാൽപ്പെ പ്രതിബദ്ധതയോടുണ്ട്. അദ്ദേഹം രാവിലെ കൃത്യം ഇന്നിപ്പോൾ 8:30 അങ്ങോട്ടേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. കൃത്യം 8:30, ഷാർപ്പ് 8:30 തന്നെ ഈശ്വർ മാൽപ്പെ എത്തി. അതിനുശേഷം പക്ഷേ കളക്ടറുടെ അനുവാദം ഉണ്ടായിരുന്നില്ല. കളക്ടറുടെ അനുവാദത്തിനുവേണ്ടി അദ്ദേഹം മാൽപ്പെ കാത്തു നിന്നു. പക്ഷേ കളക്ടർ ഇപ്പോഴും എത്തിയിട്ടുണ്ടോ എന്നറിയില്ല, കളക്ടറുടെ അനുവാദം കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ മാൽപ്പെ അങ്ങനെ അദ്ദേഹം തന്നെ നമ്മുടെ അരുൺ പൂപ്പറമ്പോട് പറഞ്ഞിരുന്നു, കളക്ടർ വന്നാലും ഇല്ലെങ്കിലും അരമണിക്കൂറിനുള്ളിൽ ഞാൻ ഡൈവ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. കൃത്യം അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മാൽപ്പെ ആദ്യ ഡൈവ് നടത്തി. മാൽപ്പെ ഇപ്പോൾ സെക്കൻഡ് ഡൈവിലാണ്. ആദ്യ ഡൈവിൽ തന്നെ ഈ പറയുന്ന ഒരു ഷാക്കിൾ സ്ക്രൂ പിൻ കണ്ടെത്തി എന്നതിൻ്റെ അർത്ഥം ഈ പുഴയാഴങ്ങളിൽ ഇപ്പോഴും ഈ സാധനങ്ങൾ, ഈ വണ്ടിയുടെയൊക്കെ വാഹനങ്ങളുടെ പാർട്ടുകൾ കിടക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ്. അടുത്ത ജമ്പ് നമ്മൾ സ്പോട്ട് 3 എന്ന് പറഞ്ഞ ആ മേഖലയിൽ തന്നെയാണ്. സ്പോട്ട് 3-ലാണ് നമ്മുടെ അർജുൻ്റെ ഈ ലോറി ഉണ്ട് എന്ന് സംശയിക്കുന്ന ആ ഭാഗത്തേക്ക് തന്നെയാണ് തോന്നുന്നു. കൃത്യമായി നമ്മൾ നേരത്തെ ആ ദൃശ്യത്തിൽ വട്ടമിട്ട് കാണിച്ചിരുന്നു ആ ഭാഗം. അപ്പോൾ ആ ഭാഗം സ്പോട്ട് 3 ആണെന്നാണ് അനുമാനം. അവിടെ തന്നെ ചാടിതാ വീണ്ടും മാൽപ്പെ ഡൈവിംഗ് പൂർത്തിയാക്കി ഇങ്ങോട്ടേക്ക് വരികയാണ് തോന്നി. ഇപ്പോൾ മാൽപ്പെ അവിടെ ഒന്ന് പൊങ്ങിയിരുന്നു, വീണ്ടും ഡൈവ് ചെയ്തു ആഴങ്ങളിലേക്ക്. അങ്ങനെയാണ് ഇവരുടെ രീതി. കുറേ സമയം പുഴയാഴങ്ങളിൽ തുടരുകയും പിന്നീട് പുഴയ്ക്ക് മുകൾ പരപ്പിലേക്ക് എത്തുകയും പിന്നീട് വീണ്ടും ഡൈവ് ചെയ്യുകയുമാണ് ഈ ഡൈവർമാരുടെ രീതി. അതുപോലെ തന്നെ വീണ്ടും പുഴയുടെ മുകളിലേക്ക് പൊങ്ങിയൊന്ന് വീണ്ടും താന്നു. എന്തായാലും കയറുമായി സംഘം ഈശ്വർ മാൽപ്പയുടെ സഹായികൾ അവിടെയുണ്ട്. ഈശ്വർ മാൽപ്പയുടെ സഹായികൾ മാത്രമേ ഉള്ളൂ. ജില്ലാ ഭരണകൂടത്തിനൊന്നും മറ്റും ആരും ഇതുവരെ അങ്ങോട്ടേക്ക് എത്തിയിട്ട്. എന്തായാലും അത് മാൽപ്പയുടെ മാത്രം ദൗത്യമാണോ അതോ ജില്ലാ ഭരണകൂടം സഹായിക്കുന്ന ബാക്കി എല്ലാവരും ഉണ്ടോ എന്നാൽ ഇപ്പോൾ എന്തായാലും വ്യക്തമല്ല. ഇപ്പോൾ നിലവിൽ അത് മാൽപ്പയുടെ ഓൺ ദൗത്യമാണ്. മാൽപ്പെ രാവിലെ നമ്മുടെ മോർണിംഗ് ഷോയിൽ പറഞ്ഞിരുന്നു, ഞാൻ കേരളത്തിന് നൽകുന്ന വാക്കാണ് അദ്ദേഹം പറഞ്ഞിരുന്നു. കൃത്യമായ പ്രതിബദ്ധത നമ്മൾ കണ്ടതാണ് ഈ ദിവസങ്ങളിലൊക്കെ മാൽപ്പയുടെ പ്രതിബദ്ധത. ഈശ്വർ മാൽപ്പെ അടുത്ത ഡൈവിനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വീണ്ടും ലോകഭാവം കണ്ടെത്തി ആർ ശ്രീകണ്ഠൻ നായർ കുറിച്ചിരുന്നു. SKN ആദ്യ ഡൈവിൽ ഒരു നീളമുള്ള ഭാഗം കണ്ടെത്തിയിരുന്നു. അത് പക്ഷേ നമ്മുടെ ഈ ലോറിയുടെ ഭാഗമല്ല എന്ന് പറയുന്നത്. പക്ഷേ എങ്കിൽ കൂടിയും സാർ ഇന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട് അവിടെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസ് ഉണ്ടാവുന്ന കാര്യമെന്ന കാര്യത്തിൽ. ഓക്കെ, താങ്ക് യു ആഷ്മി. എന്തായാലും വളരെ നിർണായകമായി എന്തെങ്കിലും ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് ഇന്ന് അദ്ദേഹം നമ്മളുമായി സംസാരിച്ചു പറഞ്ഞു. ഈശ്വർ മാൽപ്പെ ഗംഗാവലി പുഴയിൽ ഇന്ന് ഒരു അന്വേഷണം നടത്തി ഒരുപക്ഷേ കോഴിക്കോട്ടെ കുടുംബത്തിന് ആശ്വാസകരമായ ഒരു വാർത്ത എത്തിക്കുമെന്ന് ഇന്നത്തെ മോർണിംഗ് ഷോയിൽ പങ്കെടുക്കുമ്പോൾ ഈ ഈശ്വർ മാൽപ്പെ അദ്ദേഹത്തിൻ്റെ സഹോദരി അർജുൻ്റെ സഹോദരി അഞ്ജുവിനോട് പറയുകയുണ്ടായി. മാത്രമല്ല കേരളത്തിലെ ആളുകൾക്ക് മുഴുവൻ അദ്ദേഹം എന്താണ് അർജുൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് അറിയിക്കും അദ്ദേഹം വാർക്ക് കൊടുത്തിരിക്കുകയാണ്. ഇത് കേരളത്തിലെ മക്കൾക്ക് നൽകുന്ന വാക്കാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. എന്തായാലും അദ്ദേഹം 2 തവണ മുങ്ങി ഗംഗാവലി പുഴയുടെ ആഴത്തിൽ അന്വേഷണം നടത്തിയതിനു ശേഷം അദ്ദേഹം എന്തോ നിരീക്ഷണം നടന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ മാധ്യമപ്രവർത്തകരെ മുഴുവൻ അവിടെ ഏറ്റവും അടുത്ത ഭാഗത്തുനിന്ന് മാറ്റിയിരിക്കുകയാണ്. എന്നാൽ പോലും നമ്മുടെ ക്യാമറ ദൃശ്യത്തിൽ ഇപ്പോൾ എല്ലാ വിവരങ്ങളും നമുക്ക് ലഭ്യമാകും. അടുത്ത മണിക്കൂറുകളിൽ അദ്ദേഹം ജില്ലാ പോലീസ് മേധാവിയോ അല്ലെങ്കിൽ ജില്ലാ കളക്ടറോ അവിടെ എത്തിയിട്ടില്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. പക്ഷേ നേവിയും NDRFും SDRFും ഒക്കെ അദ്ദേഹത്തിൻ്റെ സഹായത്തിനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗംഗാവലി പുഴയിൽ അദ്ദേഹം ഇന്ന് നടത്തുന്ന അന്വേഷണത്തോടെ ഈ കോഴിക്കോട് നിന്നും നമ്മുടെ ഈ വണ്ടി ഓടിച്ചു പോയ
അർജുന് എന്ത് സംഭവിച്ചു, ആ രാത്രിയിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ പ്രതീക്ഷയോടെയാണ് കേരളം ഇന്ന് കാത്തിരിക്കുന്നത്. ഇത്രയധികം ദിവസങ്ങൾ കടന്നുപോയതിനു ശേഷവും നമുക്ക് അർഹതയില്ലാത്തൊരു പ്രതീക്ഷ വേണ്ട എന്നുകൂടി നമ്മൾ പ്രേക്ഷകരെ ഓർപ്പിക്കുന്നു. എന്നാൽ ഈ ലോറിയുടെ ചില ഭാഗങ്ങൾ കണ്ടെടുത്ത ഒരു സാഹചര്യം ഇന്നലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാണുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അരുൺ പൂപ്പറമ്പ് കൂടി നമുക്കിപ്പം ചേരുന്നു. അരുൺ, ഇപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈശ്വർ മാൽപേ തെരച്ചിൽ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കരയിലേക്ക് കയറാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണോ? എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം? SKN ഇപ്പോൾ ഈശ്വർ മാൽപ്പയും അതോടൊപ്പം തന്നെ കൂടെയുള്ള ഒരു ഡൈവർ, അതായത് അദ്ദേഹത്തിന്റെ മാൽപ്പേ സംഘത്തിലുള്ള ഒരു ഡൈവർ കൂടിയാണ് കൂടെയുള്ളത്. ഇപ്പോൾ അവർ രണ്ടുപേരും ഈ SDRFന്റെ ബോട്ടിലേക്ക് കയറുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സ്പോട്ടിൽ നിന്ന് മറ്റൊരു സ്പോട്ടിലേക്ക് പോകാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നതെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ കരയോട് ചേർന്ന ഭാഗത്ത് 2 ഡൈവുകൾ നടത്തിക്കഴിഞ്ഞു. അതിൽ ആദ്യ ഡൈവിലാണ് നേരത്തെ കണ്ടെത്തിയിട്ടുള്ള ആ ടാങ്കർ ലോറിയുടെ എന്ന് സംശയിക്കുന്ന ലോഹഭാഗം കണ്ടെത്തിയത്. അത് തെരച്ചിൽ ആരംഭിച്ച് നിമിഷങ്ങൾക്കകം തന്നെ അത് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് നേരത്തെ ഹാഷ്മി ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ അതൊരു ശുഭസൂചന കൂടിയാണ്. അത്തരം സാന്നിധ്യം ഇതിൻ്റെ പുഴയുടെ അടിത്തട്ടിൽ തന്നെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ശുഭസൂചന തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഡൈവിലൂടെ നമുക്ക് വ്യക്തമായത്. നിലവിലിപ്പോൾ നമ്മൾ തത്സമയ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈശ്വർ മാൽപ്പയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സംഘത്തിലുള്ള മറ്റൊരു ഡൈവറും അവർ രണ്ടുപേരും നിലവിലിപ്പോൾ SDRFന്റെ ഡെങ്കി ബോട്ടിൽ നിലവിലിപ്പോൾ കയറിയിരിക്കുകയാണ്. അവർ ഇതൊരു മറ്റൊരു സ്പോട്ടിലേക്ക്, അതായത് നമുക്കറിയാം 4 സ്പോട്ടുകളുണ്ട്. ആ 4 സ്പോട്ടിൽ ഒരു സ്പോട്ടിൽ മാത്രമാണ് നിലവിലിപ്പോൾ ഈശ്വർ മാൽപ്പെ തെരച്ചിൽ നടത്തിയിട്ടുള്ളൂ. മറ്റ് 3 സ്പോട്ടുകളിൽ കൂടി തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി ആ സ്പോട്ടിലേക്ക് പോകാനുള്ള ശ്രമമാണോ എന്ന കാര്യത്തിൽ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നിലവിൽ എന്തായാലും ഇപ്പോൾ അവർ രണ്ടുപേരും നിലവിലിപ്പോൾ SDRFന്റെ ബോട്ടിലാണ് നിലവിലുള്ളത്. ഈ തെരച്ചിൽ തുടങ്ങി 2 ഡൈവുകളാണ് നിലവിൽ പൂർത്തീകരിച്ചിട്ടുള്ളത്. ആ 2 ഡൈവുകളിൽ ഒന്നിലാണ് ആ ലോഹഭാഗം കണ്ടെത്തിയിട്ടുള്ളത്. അതെന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതീക്ഷ നൽകുകയാണ്. ഇന്നലെയും അദ്ദേഹത്തിൻ്റെ തെരച്ചിൽ ആരംഭിച്ച് ആദ്യ മണിക്കൂറിൽ തന്നെയാണ് അദ്ദേഹം വളരെ നിർണായകമായ ചില കാര്യങ്ങൾ കണ്ടെത്തിയത്. ലോറിയുടെ ഒരു പാർട്ട് തന്നെ, അതായത് അർജുൻ്റെ ലോറിയുടെ ഒരു പാർട്ട് തന്നെ കണ്ടെത്തിയത്. പക്ഷേ ഇന്ന് നിലവിൽ കണ്ടെത്തിയിട്ടുള്ള ആ ഭാഗം അത് അർജുൻ്റെ ലോറിയുടേതല്ല എന്ന് മനാഫ് നിലവിൽ ഇപ്പോൾ ഈ ലോറി ഉടമ മനാഫ് നിലവിൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം നമ്മളെ കുറച്ചുകൂടെ, അതായത് മാധ്യമപ്രവർത്തകരെ ഈ ദൗത്യ മേഖലയിൽ നിന്ന് അല്പം മാറ്റിയാണ് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പലപ്പോഴും അരുൺ, നമുക്കതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായി കാണാൻ പറ്റാത്ത സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ടോ? പൊതുവെ മാധ്യമപ്രവർത്തകരെ വളരെ ദൂരേക്കാണോ മാറ്റി നിർത്തിയിരിക്കുന്നത്? അവർ പറഞ്ഞു ഈ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് അരങ്ങേറുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്നാണ് അധികാരികൾ പറഞ്ഞത്. ആ പോലീസ് ഓഫീസർ നിങ്ങളെയൊക്കെ മാറ്റുമ്പോൾ അത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ കാഴ്ചവട്ടത്തിൽ തന്നെയാണോ ഈ തെരച്ചിൽ നടക്കുന്നത്? SKN നിലവിൽ ഇപ്പോൾ അങ്ങനെയല്ല. അതായത് നിലവിൽ ഈശ്വർ മാൽപ്പയും അദ്ദേഹം നമ്മുടെ ഒരു വശത്ത്, അതായത് നിലവിൽ ഇപ്പോൾ ദൗത്യം നടക്കുന്ന ഒരു വശത്ത് മാത്രമാണ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന ദൃശ്യങ്ങൾക്ക് ഒരു പക്ഷേ പരിമിതിയുണ്ട്. ഇപ്പോൾ നിലവിൽ നമുക്കറിയാം നമ്മുടെ കാഴ്ചവട്ടത്ത് നിന്നും ഈശ്വർ മാൽപ്പയും ദൗത്യ സംഘത്തിലെ മറ്റൊരു ഡൈവറും അവർ ബോട്ടിൽ നിന്നകന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ദൃശ്യങ്ങൾ പങ്കുവെക്കാൻ സാധിക്കുന്നില്ല. നേരത്തെ SKN സൂചിപ്പിച്ച പോലെ തന്നെ മാധ്യമപ്രവർത്തകരെ അത്തരം ആ മേഖലയിൽ നിന്ന്, അതായത് ആ ദൗത്യ മേഖലയിൽ നിന്ന് അല്പം മാറ്റി നിർത്തിയിരുന്നു. അതിനുശേഷമാണ് നമ്മൾ കുറച്ചുകൂടി മാറിയിട്ടാണ്, നേരത്തെ ഇന്നലെയൊക്കെ നമുക്ക് കൃത്യമായ സ്പോട്ടിൽ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യാനുള്ള അനുമതി ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ അനുമതിയില്ല. ഇന്ന് ഈ ദൗത്യത്തിൻ്റെ നിർണായകമായ ഘട്ടമാണ് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് അവർ വിശദീകരിക്കുന്നത്. നിലവിൽ എന്തായാലും രണ്ട് ഡൈവ് ഇപ്പോൾ ഇവർ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ 2 ഡൈവ് പൂർത്തീകരിച്ചതിന് ശേഷം നിലവിലിപ്പോൾ SDRFന്റെ ബോട്ടിലാണ് നിലവിലിപ്പോൾ ഈ ഈശ്വർ മാൽപ്പയും